Next topic is directional derivative. So, ഒരു ഫംഗ്ഷൻ്റെ 2 variable functioning, 3 variable functioning, partial derivatives with respect to x, partial derivatives with respect to y, ഇതെല്ലാം കണ്ടാണ്. അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ f of xy എന്ന് കൺസിഡർ ചെയ്യാണ്. z is equal to f of xy. z is equal to f of xy ആകുമ്പോൾ അത് ശരിക്കും 2 ഡയമെൻഷൻ പ്ലെയിനിലെ പോയിന്റ്സ് ആയിരിക്കും ഡൊമൈനിൽ വരിക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രാഫ് നമുക്കിങ്ങനെ പ്ലോട്ട് ചെയ്യാൻ പറ്റും. സർഫസ് ആയിട്ട് ഗ്രാഫ് വരും. സോ ഒരു പർട്ടിക്കുലർ പോയിന്റ് പി എക്സ് നോട്ട് വൈ നോട്ട് എടുത്താൽ ഡോ എഫ് ബൈ ഡോ എക്സ് നമ്മൾ പറഞ്ഞു. ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ വൈയുടെ വാല്യൂ വൈ നോട്ട് എന്ന് കിട്ടും. എക്സ് ഇതിലെ വേരി ചെയ്തതനുസരിച്ച് ഫംഗ്ഷന്റെ വാല്യൂസ് ഉണ്ടാവുന്ന ചേഞ്ച് അല്ലെങ്കിൽ അവിടെ വരുന്ന ടാൻജന്റിന്റെ സ്ലോപ്പ്, ടാൻജന്റ് പാരലൽ ടു എക്സ് ആക്സിസ് ആയിരിക്കും, അല്ലെങ്കിൽ ടാൻജന്റ് പാരലൽ ടു എക്സ് സെഡ് പ്ലെയിൻ ആയിരിക്കും എക്സാക്ട്ലി. ആ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ശരിക്കും നമ്മൾ കണ്ടത്. അതേപോലെ തന്നെ എക്സ് ഫിക്സ് ചെയ്തിട്ട് വൈയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എക്സ് ഒരു ഫിക്സഡ് വാല്യൂ എടുക്കും, വൈയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വാല്യൂ ഓഫ് ഫംഗ്ഷൻ ഇതായിരുന്നു ഡോ എഫ് ബൈ ഡോ വൈ കണ്ടത്. അപ്പൊ ഇനി ചെയ്യാൻ പോകുന്നത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ ലെറ്റ് യു ബി എ യൂണിറ്റ് വെക്ടർ, ഈ ഡയറക്ഷനിൽ, ആ ഡയറക്ഷനിൽ എക്സ് ഈ എക്സ് നോട്ട് വൈ നോട്ട് അല്ലെങ്കിൽ എക്സ് വൈകൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഫംഗ്ഷൻ ഉണ്ടാകുന്ന ചേഞ്ച്, അതിന്റെ റേറ്റ്, അതാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് അലോങ് എനി ഡയറക്ഷൻ. അതിന് മുമ്പായിട്ട് ഞാൻ പുതിയ വെക്ടർ ഡിഫൈൻ ചെയ്യുന്നു, ഗ്രേഡിയന്റ് വെക്ടർ. Let z is equal to f of xy be a 2 variable function. Then the gradient vector നമ്മളതിനെ ഗ്രാഡ് എഫ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഡെൽ എഫ് എന്ന് വിളിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു വൈ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ജി. ഇതേപോലെ 3 വേരിയബിൾ ഫംഗ്ഷന്റെ കേസിൽ, അതായത് w is equal to f of x y z. So for w is equal to f of x y z, del f is equal to dou f by dou x into y plus dou f by dou y into j plus dou f by dou z into k. അപ്പോൾ ഇതൊരു വെക്ടറാണ്, കാരണം ഐ ജെ കെ വരുന്നുണ്ട്. ദാറ്റ്സ് എ വെക്ടർ. ഈ വെക്ടർ ഇനി അങ്ങോട്ട് നമ്മൾ ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ ഡിസ്കഷനിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ആദ്യം ഒരു എക്സാമ്പിൾ നോക്കാം, എന്താണ് ഈ വെക്ടർ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു എക്സാമ്പിൾ നോക്കാം. If f of xy is equal to, or if z is equal to x square plus y square, that is f of xy is equal to x square plus y square, then del f is equal to dou f by dou x into y plus dou f by dou y into j. ഇതിനെ with respect to x partially differentiate ചെയ്താൽ 2xi, so 2xi plus 2y ചെയ്ത്, that is 2 into xi plus y ചെയ്ത്. ഇനി നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്യാം. Directional derivative നേരത്തെ ഞാൻ പറഞ്ഞു, the rate at which the value of the function is changing
with respect to the change of values of xy in the domain in a particular direction. Definition ഇങ്ങനെയാണ്: z is equal to f of xy be any function, two variable function. P naught be a point in the domain. P naught ഒരു point in the domain. Function value മുകളിലോട്ട് പോകുന്നുണ്ട്. And u is equal to ui plus u2j is a vector. അപ്പോൾ ഏതോ ഒരു ഡയറക്ഷനുള്ള വെക്ടറാണ്. Then the rate of change of f ഉണ്ടാവുന്ന ചേഞ്ച് with respect to the distance in the direction of u. യുവിൻ്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എക്സ് വൈകൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിനുണ്ടാവുന്ന ചേഞ്ച്, ദ റേറ്റ് ഓഫ് ചേഞ്ച്. പക്ഷെ ഇവിടെ യുവിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ യു എന്ന് പറഞ്ഞ വെക്ടർ ഇതാണ്. യുവിൻ്റെ ഡയറക്ഷനിൽ പി നോട്ടിലൂടെയുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈനിലെ നമുക്ക് 3 dimensional സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ എ ഇസ് ഈക്വൽ ടു വൈ മൈനസ് വൈ നോട്ട് ബൈ ബി. ഇപ്പോൾ ഇവിടെ എയും ബിയും ഒക്കെ u1 u2 ആണ്. സോ എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ u1 ഇസ് ഈക്വൽ ടു വൈ മൈനസ് വൈ നോട്ട് ബൈ u2 ഇസ് ഈക്വൽ ടു ഒരു എസ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഓരോ പോയിന്റ്സും എക്സ് നോട്ട് പ്ലസ് എസ് u1 വൈ നോട്ട് പ്ലസ് എസ് u2 എന്ന് വരും. അപ്പോൾ ഈ പോയിന്റ് എക്സ് വൈയിലോട്ട് മാറുന്നു, അതിനനുസരിച്ച് ഫംഗ്ഷന്റെ വാല്യൂ എഫ് ഓഫ് എക്സ് വൈ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് നോട്ട് എസ് u1 വൈ നോട്ട് എസ് u2ലോട്ട് മാറും. സോ ചേഞ്ച് ഇൻ എഫ് എന്ന് പറയുന്നത് ഇതാണ് ചേഞ്ച് ഇൻ എഫ് വരിക, ഡിവൈഡഡ് ബൈ ഈ ലെങ്ത് എന്ന് പറയുന്നത് എസ് ആയിട്ട് വരും, അതായത് കറസ്പോണ്ടിങ് പാരാമീറ്റർ എസ്. സോ ആസ് എസ് ടെൻസ് ടു 0 ഈ എക്സ് വൈകൾ ടെൻസ് ടു ദ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട്. അപ്പൊ ഈ റേറ്റ് ഇത് ചേഞ്ച് ഈ എക്സ് വൈകൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് എഫിന് ഉണ്ടാവുന്ന ചേഞ്ചിന്റെ റേറ്റ് അതിനെയാണ് നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇസ് ഡിനോട്ടഡ് ബൈ ഡി യു എഫ്, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു അറ്റ് ദ പോയിന്റ് പി നോട്ട്, അങ്ങനെയാണ് പറയുക. ആൻഡ് നമുക്കറിയാം ഇഫ് യു ഇസ് ഈക്വൽ ടു വൈ, ഡി യു എഫ് എന്ന് പറയുന്നതിനെ തന്നെയാണ് നമ്മൾ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് വിളിച്ചത് ഐൻ്റെ ഡയറക്ഷനിൽ. അതേപോലെ യു ഇസ് ഈക്വൽ ടു ജെ ആവുന്ന കേസിൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇസ് അവർ ഡോ എഫ് ബൈ ഡോ വൈ. ഇതാണ് കുറച്ചുകൂടി ജനറൽ ഡെഫിനിഷൻ. പക്ഷെ ഇങ്ങനെ ഈ ലിമിറ്റ് യൂസ് ചെയ്തിട്ട് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഉണ്ടാവുള്ളൂ. അതുവരെ ഇങ്ങനെ ഈ ലിമിറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അടുത്ത പോയിന്റ് നമ്മൾ ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവിനെ ഡെൽ എഫുമായിട്ട് കണക്ട് ചെയ്യണം. നെക്സ്റ്റ് മെയിൻ പോയിന്റ്, നമുക്ക് ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇവാലുവേറ്റ് ചെയ്യാൻ ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവിനെ ഞാൻ ഡെൽ എഫുമായിട്ട് കണക്ട് ചെയ്യണം. അതിനു മുമ്പ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് at a point of the function f in the direction of u is തൊട്ട് മുന്നേ പറഞ്ഞ അനുസരിച്ച് ഡെറിവേറ്റീവ് ലിമിറ്റ് ഫോർമുലയൊക്കെ ഡെറിവേറ്റീവ് ഓഫ് എഫ്, the rate at which f is changing with respect to s at the point p naught ആണ്. പക്ഷേ f is the function of x and y. നമ്മൾ z is equal to f of x y അല്ലേ കൺസിഡർ ചെയ്തത്. സോ derivative of f with respect to s is equal to df by ds ആണ്. വേണമെങ്കിൽ ഇങ്ങോട്ട് ഇത് രണ്ടും ഡിപ്പെൻഡ്സ് ഓൺ s എന്ന രീതിയിൽ, കാരണം എക്സും വൈ ഒക്കെ നമ്മൾ എഴുതിയിരുന്നു അവിടെ x is equal to x naught plus s u1 and y is equal to y naught plus s u2 എന്നാണ് എഴുതിയത്. സ്ട്രെയിറ്റ് ലൈനിലെ പോയിന്റ്സ് ആയിട്ടാണ് എക്സ് വൈകൾ വരിക. അപ്പോൾ എക്സും വൈയും ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? എസിന്റെ ഫംഗ്ഷനാണ്. സോ ഡി എഫ് ബൈ ഡി എസ് എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം: ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി എസ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എസ് വരും. അടുത്ത പോയിന്റ് പി നോട്ട് ആണ്. സോ ഇവിടെ എല്ലാം ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? പി നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പക്ഷെ അതിൽ ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു എന്താ ഡി എക്സ് ബൈ ഡി എസ്, എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എസ് യു വൺ ആണ്. സോ ഡി എക്സ് ബൈ ഡി എസ്
u1 വരും. അതേപോലെ ഇത് u2 എന്ന് വരും. So this is u1, ഇത് dou f by dou y, ഇത് u2. So that implies dou f by dou x, of course ആ പോയിന്റ് p0 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, p0 plus dou f by dou y at the point p0 into I into j u1i plus u2j. അപ്പോൾ ഞാൻ ഇതിനെ ഡോട്ട് പ്രൊഡക്റ്റിന്റെ ടേംസിലോട്ട് മാറ്റി എഴുതിയതാണ്. കാരണം ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു വൈ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ജെ ഡോട്ട് u1i പ്ലസ് u2j എന്നുള്ളത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. അതുപോലെ തന്നെ തിരിച്ചെഴുതിയതേ ഉള്ളൂ. തിരിച്ചെഴുതാൻ ഉദ്ദേശം അത്രയേ ഉള്ളൂ. ദിസ് ഇസ് ഡെൽ എഫ് അറ്റ് ദ പോയിന്റ് പി നോട്ട് ഡോട്ട് u1i പ്ലസ് u2j എന്ന് പറയുന്നത് ui. അപ്പൊ ഇവിടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഡെൽ എഫ് ഡോട്ട് യു എന്നുള്ളത് is same as the directional derivative in the direction of u. But directional derivative കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ രീതിയിലോട്ട് പോകുന്നു. ഡെഫിനിഷനൊക്കെ മാറ്റി അതിനെ ചേഞ്ച് ചെയ്തിട്ട് ഡെൽ എഫ് നമുക്ക് കാണാൻ പറ്റും. ഫംഗ്ഷൻ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ടെങ്കിൽ ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു വൈ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ജെ ഐ ഡെൽ എഫ്. അതിൻ്റെ അകത്ത് പോയിന്റ് പി നോട്ട് ഏതാണോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽ എഫ് അറ്റ് പി നോട്ട് ആയി. ഡോട്ട് യു എന്ന് പറയുന്ന വെക്ടർ അറിയാമെങ്കിൽ രണ്ടും കൂടി ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ വെറുതെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് യു ഇസ് ഐ ഡെൽ എഫ് ഡോട്ട് ഐ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ലേ ഡെൽ എഫ് ഡോട്ട് ഐ എടുത്തു കഴിഞ്ഞാൽ ആകെ ഏതേ വരുള്ളൂ, ഡോ എഫ് ബൈ ഡോ എക്സേ വരുള്ളൂ. അതേപോലെ ഇഫ് യു ഇസ് ജെ ഡെൽ എഫ് ഡോട്ട് ജെ എടുത്തു കഴിഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ വൈ വരുള്ളൂ. നമ്മൾ സാധാരണ ചെയ്യുന്ന partial derivatives with respect to x, partial derivatives with respect to y വരുള്ളൂ. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്. അറ്റ് ദ പോയിന്റ് 2 0 ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ വെക്ടർ ഐ പ്ലസ് ജെ. അതായത് നമുക്ക് വേണ്ടത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ്, ഐ പ്ലസ് ജെയുടെ ഡയറക്ഷൻ. അതിൻ്റെ ഫോർമുല പ്രകാരം ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു at the point p naught is equal to del f at the point p naught dot u, where u is unit vector. അപ്പോൾ ഇവിടെ നമുക്ക് del f വേണം, the unit vector u വേണം. ആദ്യം യൂണിറ്റ് വെക്ടർ നോക്കാം. ഐ പ്ലസ് ജെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ ഐ പ്ലസ് ജെ ബൈ റൂട്ട്. ഇനി വേണ്ടത് del f ആണ്. del f is equal to ഫോർമുല പ്രകാരം ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ജെ. പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻറ്റു ഐ വരും പ്ലസ് വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റൻറ്റ്, ഇ റേസ് ടു വൈ ഉണ്ടത് വൈ വരും, ഇ റേസ് ടു വൈ തന്നെ വരും. സോ എക്സ് ഇ റേസ് ടു വൈ പ്ലസ് സൈൻ ഓഫ് എക്സ് വൈ ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. അപ്പോൾ എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എക്സ് ഇൻറ്റു ജി. ഇതായിരിക്കും ഡെൽ എഫ് വരിക. ഇനി നമുക്ക് ഡെൽ എഫ് അറ്റ് ദ പോയിന്റ് പി നോട്ട് വേണം, അതായത് 2 0. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വൈ 0 ആണ്. സോ വൈ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ടേമിൽ ആകെ ഇ റേസ് ടു 0 ദാറ്റ് ഈസ് 1 വരുള്ളൂ. സോ 1i എന്ന് വരും. പ്ലസ് അതേപോലെ രണ്ടാമത്തെ ടേമിൽ വൈ 0 എന്ന് കൊടുക്കുമ്പോൾ അവിടെ സൈൻ എക്സ് വൈ 0 ആവും. അപ്പോൾ ബാക്കി വരുന്ന 2 ഇ റേസ് ടു 0
e raised to 0 is 1 again. അപ്പോൾ 2i എന്ന് വരണം. Sorry, 2j എന്ന് വരണം. So del f I. Now the directional derivative df at the point 2, 0 is equal to del f dot u ആണ്. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന രണ്ടും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം. So first one I plus 2j dot u, that is I plus j by root 2. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് ഡിനോമിനേറ്ററിൽ റൂട്ട് 2 1 പ്ലസ് 2 3 ബൈ റൂട്ട് 2 എന്ന് വരും. അടുത്ത റിസൾട്ട് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് del f dot u തൊട്ട് മുന്നേ പറഞ്ഞു. ബട്ട് എ പെർട്ടിക്കുലർ പോയിന്റ് ആണെങ്കിൽ del f at that point dot the vector u. പക്ഷേ ഡോട്ട് പ്രൊഡക്റ്റിന് നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് del f ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് u ഇൻറ്റു cos തീറ്റ എടുക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് മാക്സിമം when cos theta is 1, that is when theta is equal to 0. Theta 0 എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വെക്ടേഴ്സും ഒരേ ഡയറക്ഷൻ, അതായത് യു ഏതിൻ്റെ ഡയറക്ഷനിൽ വരിക, del എഫിൻ്റെ ഡയറക്ഷനിൽ വരിക. അതിനർത്ഥം ഡയറക്ഷണൽ ഡെറിവേറ്റീവ് നമ്മൾ കാണുന്നത്, അതായത് ഡെറിവേറ്റീവ് ഇൻ സം ഡയറക്ഷൻ ആണല്ലോ. അപ്പോൾ എപ്പോഴാണ് അത് മാക്സിമം ആവുക, ഏത് ഡയറക്ഷനിൽ കണ്ടാലാണ് യു ഏതായാൽ del എഫ് ആയി. അപ്പോൾ നമ്മൾ ഈ കാണുന്ന derivative is maximum in the direction of del f, and the maximum value is എന്താ ഇവിടെ maximum value വരിക, ഇത് 1, u യൂണിറ്റ് വെക്ടർ, സോ ബാക്കി magnitude of del f എന്ന് മാത്രമേ വരൂ. സോ magnitude of del f. ഇതേപോലെ മിനിമം ആവണമെങ്കിൽ എപ്പോഴാണ് മിനിമം ആവുക, ഏത് ഡയറക്ഷനിൽ നമ്മൾ ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാലാണ് മിനിമം ആവുക. മിനിമം വരുന്നത് cos theta is equal to -1 ആകുമ്പോഴാണ്, തീറ്റ is equal to 180 ആകുമ്പോഴാണ്. തീറ്റ 180 ആവുന്ന ഈ രണ്ട് വെക്ടേഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം. ദാറ്റ് ഈസ് യു ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് del f. അപ്പോൾ del എഫിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാലായിരിക്കും ഇത് മിനിമം വാല്യൂ വരിക. ആൻഡ് മിനിമം വാല്യൂസ് ഇത് -1 ആവും, ഇത് 1 ആയി. സോ മൈനസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് del f. ഇനി ഇത് എപ്പോഴാണ് 0 വരുന്നത്, directional derivative is 0 when cos theta is equal to 0. Cos theta 0 ആവുന്ന theta is equal to pi by 2. That means perpendicular to del f. അപ്പോൾ മൂന്ന് റിസൾട്ടുകൾ. ഒന്ന്, directional derivative is maximum when we find the derivative in the direction of del f, and the maximum value is magnitude of del f. Directional derivative is minimum when we find the derivative in the direction opposite to del f, and the minimum value is minus magnitude of del f. Directional derivative is 0 when we find the derivative perpendicular to del f. Find the direction in which f of xy increases most rapidly, decreases most rapidly, and what are the directions of zero change. f ചേഞ്ച് ചെയ്യുന്നതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ഏത് ഡയറക്ഷനിലാണ് ഡെറിവേറ്റീവ്, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഡെറിവേറ്റീവിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. അപ്പോൾ ഏത് ഡയറക്ഷനിലാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് മാക്സിമം, ഏത് ഡയറക്ഷനിലാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് മിനിമം, ഏത് ഡയറക്ഷനിലാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് 0. അപ്പോൾ ഇതാണ് ഇവിടെ വേണ്ടത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് മാക്സിമം in the direction of del f and minimum in the direction of minus del f and 0 in a direction perpendicular to del f. അപ്പോൾ ആദ്യം എന്തായാലും നമുക്ക് ഇവിടെ del f വേണം. So del f is equal to dou f by dou x into I plus dou f by dou y into j. So that equals dou f by dou x എന്ന് പറയുമ്പോൾ ഇവിടെ 2x plus y into I plus dou f by dou y എന്ന് പറയുന്നത് x plus 2y into j. നമുക്ക് വേണ്ടത് ആ പെർട്ടിക്കുലർ പോയിന്റില്ല. സോ del f at the point 1 1 നോക്കിക്കഴിഞ്ഞാൽ
3i plus 3j എന്ന് വരും. അല്ലെങ്കിൽ 3 by root 2 into I plus j. This is the unit vector. അപ്പോൾ ഇവിടെ നമുക്കിനി കൺക്ലൂഡ് ചെയ്യാം. Del f maximum or f changes or f increases most rapidly in the direction of del f is equal to 3 by root 2 I plus j. അതായത് I plus jയുടെ ഡയറക്ഷനിലാണ് del f ന്റെ ചേഞ്ച് മാക്സിമം ആവുക, അല്ലെങ്കിൽ f increases most rapidly. ഇതേപോലെ f decreases most rapidly, അതായത് del f മിനിമം വരുമ്പോൾ, directional derivative minimum വരുമ്പോൾ, that is in the direction of minus del f, that is equal to minus 3 by root 2 into I plus j, ഈ direction. And change in f is 0. Change in f is 0 എന്ന് പറഞ്ഞാൽ directional derivative is 0. Directional derivative 0 ആവുന്നത് in the direction perpendicular to I plus j. In the direction perpendicular to del f. വേണമെങ്കിൽ പറയാം I minus j എന്ന് പറയാം. ഇതിന് ഓർത്തോഗണൽ ആയിട്ടുള്ള ഏത് ഡയറക്ഷനും ഓക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ പോയിന്റ് ഇതാണ്, എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇസ് മാക്സിമം. എഫ് ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി എന്ന് പറഞ്ഞാൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇസ് മിനിമം. Change in f is 0 means the derivative is 0. അല്ലെങ്കിൽ increases rapidly means derivative is maximum. Decreases rapidly means derivative is minimum. Changes 0 means, so change in f is 0 means derivative is 0. അടുത്തൊരു പ്രോബ്ലം നോക്കാം. Find the rate of change of h of xyz at the point 1, 0, 1 by 2 in the direction of I plus 2j plus 2k. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ട ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ്. And then the second part, find the direction in which h change most rapidly. H increases most rapidly means directional derivative is maximum. F decreases most rapidly means directional derivative is minimum. H change most rapidly means രണ്ട് കേസും നമ്മൾ പറയണം. Okay, so solution. അപ്പോൾ ആദ്യം നമുക്ക് യൂണിറ്റ് വെക്ടർ നോക്കാം. യൂണിറ്റ് വെക്ടർ I plus 2j plus 2k divided by അതിൻ്റെ magnitude. So root of 1 square plus 2 square plus 2 square. So that is 1 by 3 into I plus 2j plus 2k. ഇനി നമുക്ക് del f വേണം. So del f is equal to, ഇത് 3 വേരിയബിൾ ആണ്. So dou f by dou x into I plus dou f by dou y into j plus dou f by dou z into k. So that equals, no, f എല്ലാം ഇവിടെ h ആണ്. കറക്റ്റ് ചെയ്യുന്നു, എല്ലാത്തിലും h ആണ്.
So that equals h with respect to x differentiate ചെയ്താൽ cos into the sine into അവിടെ y വരും plus e raised to y z with respect to x differentiate ചെയ്യുമ്പോൾ അവിടെ 0 ആയി last log into the 1 by so 1 by zx into zx ന്റെ ഡെറിവേറ്റീവ് with respect to x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം so into z അവിടെ z കട്ട് ചെയ്തു പോകും അത്രയുമായി പ്ലസ് ഇനി with respect to y ഡിഫറൻഷിയേറ്റ് ചെയ്താൽ cos ൻ്റെത് വീണ്ടും sin so sin of xy വീണ്ടും xy യുടെ ഡെറിവേറ്റീവ് with respect to y that is x plus e raised to yz ൻ്റെത് e raised to yz into yz ന്റെ ഡെറിവേറ്റീവ് with respect to y വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം so z plus ആ ടേമിൽ y ഇല്ല so into j now dou h by dou z ചെയ്താൽ ആദ്യത്തെ ടേമിൽ z ഇല്ല so e raised to yz ന്റെ ഡെറിവേറ്റീവ് e raised to yz into yz ന്റെ ഡെറിവേറ്റീവ് with respect to z അതായത് y വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം പ്ലസ് log ൻ്റെത് 1 by zx into zx ന്റെ ഡെറിവേറ്റീവ് with respect to z അപ്പോൾ x വരും അത്രയും k ഇത് ആണ് del f നമുക്ക് വേണ്ടത് del f at the point so del f at the point 1 0 1 by 2 so that equals and y 0 ഉള്ള കേസ് പെട്ടെന്ന് കട്ട് ചെയ്തു പോകും so sin of xy into y അപ്പോൾ ആ ടേം ഇല്ല then ഇവിടെ z കട്ട് ചെയ്തിട്ട് ഇത് പറയുന്ന ഫസ്റ്റ് ടേമിൻ്റെ കേസാണ് സോ z കട്ട് ചെയ്തിട്ട് y 0 ഉള്ള ടേം പോയി ഇവിടെ z കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയിടുന്ന 1 by x ആ എക്സിൻ്റെ വാല്യൂ 1 സോ ഇവിടെ ആകെ വരുന്നത് 1 ആണ് സോ 1 ആയി പ്ലസ് ഇനി രണ്ടാമത്തെ ടേമിൽ ഇതേപോലെ y0 ഇവിടെ y0 ഉണ്ട് സോ sin 0 0 ആയി അപ്പോൾ ഈ ടേം കംപ്ലീറ്റ് പോയി y0 so e raised to z into z എന്നാ വരിക z ന്റെ വാല്യൂ 1 by 2 so e raised to 1 by 2 into 1 by 2 so 1 by 2 that is 1 by 2 e raised to 1 by 2 j plus the last ടേമിലോട്ട് പോയാൽ ലാസ്റ്റ് ടൈമിൽ ഇവിടെ y ഉണ്ട് അത് 0 ആയി then ഇവിടെ x കട്ട് ചെയ്തിട്ട് 1 by z വരും z is 1 by 2 അതിൻ്റെ റെസിപ്രോക്കൽ so 2k സെക്കൻഡ് ടേം ഒന്നും കൂടെ ചെക്ക് ചെയ്യട്ടെ y 0 അപ്പോൾ ഈ ടേം പോയി സെക്കൻഡ് ആൻഡ് e raised to y 0 e raised to 0 is 1 so only 1 by 2 ചെറിയ ഒന്നുകൂടി ചെക്ക് ചെയ്താൽ നന്നായി ചെറിയൊരു മിസ്റ്റേക്ക് അവിടെ വന്നിട്ടുണ്ട് ഈ e raised to 1 by 2 ഇവിടെ ഇല്ല just only 1 by 2 so 1 by 2 j ഇതാണ് del f now the directional derivatives so directional derivative of h so del f അല്ല നമുക്ക് ഇവിടെ വേണ്ട del h ഫംഗ്ഷൻ മാറി in the direction of u at the point 1 0 1 by 2 is equal to del f at the point 1 0 1 by 2 dot u so that equals നമ്മൾ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം I plus 1 by 2 j plus 2k dot 1 by 3 into I plus 2j plus 2k so that equals 1 by 3 പുറത്ത് കോമ്പണൻസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ a1 a2 plus b1 b2 plus c1 c2 getting it as 6 കട്ട് ചെയ്യുന്നു 2 so that is the derivative ഇനി സെക്കൻഡ് പാർട്ടിൻ്റെ ആൻസേഴ്സിലോട്ട് പോവാം ഫൈൻഡ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് h changes most rapidly so
h changes അല്ലെങ്കിൽ രണ്ട് കേസല്ലേ വേണ്ടേ, h increases most rapidly in the direction of del f ആണ്. അപ്പോൾ ഇവിടെ del f എന്ന് പറയുന്നത് I plus 1 by 2j plus 2k. ആ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ കാണാം, ആ യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷനിൽ എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് മാക്സിമം വാല്യൂസ് ആൻഡ് the rate of change, നമുക്ക് വേണ്ടത് rate of change ആണ്. rate of change എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ്. and the rate of change is the maximum rate of change. നമ്മൾ ഇവിടെ കണ്ടുവച്ചിരിക്കുന്ന ഡെറിവേറ്റീവ് അല്ല, ആ ഡെറിവേറ്റീവ് 2 എന്ന് കിട്ടിയിരിക്കുന്ന ഡെറിവേറ്റീവ് തന്നിരിക്കുന്ന ഡയറക്ഷനിലാണ്. നമ്മൾ ഈ കാണുന്നത് ഏത് ഡയറക്ഷനിലാണ്? del fന്റെ ഡയറക്ഷനിലാണ്. del fന്റെ ഡയറക്ഷനിലാകുമ്പോൾ del f ഡോട്ട് ഇത് തന്നെ വെച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് del f ആണ്, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1 പ്ലസ് 1 by 4 പ്ലസ് 4 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് root 18 divided by 2. Sorry, 16 plus 4, 20, 21, root 21 divided by 2. That is correct. ഇതേപോലെ h decreases most rapidly in the direction of minus del f, that is minus of I plus 1 by 2j plus 2k, and the rate of change, our directional rate of change is minus magnitude of del f is equal to minus root 21 by 2. നമ്മൾ ശ്രദ്ധിക്കുക, increases most rapidly, rate of change is maximum in the direction of del f, and the maximum value is, or the derivative in that direction is magnitude of del f. അതേപോലെ decreases most rapidly എന്ന് പറഞ്ഞാൽ that is in the direction of minus del f, or that is in the direction of maximum directional derivative, and the maximum നമുക്ക് ട്രൈ ചെയ്യാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നു. എല്ലാം നമ്മൾ എക്സാമ്പിൾ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ. ആദ്യത്തെ ഫൈൻഡ് ദ ഗ്രേഡിയൻറ്റ്, രണ്ടാമത്തെ ഫൈൻഡ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്, മൂന്നാമത്തത് ഫൈൻഡ് ദ ഡയറക്ഷൻസ് ഓഫ് റാപ്പിഡ് ചേഞ്ച്. Rapid change in the function. Rapid change in the function means maximum or minimum derivative. ഡെറിവേറ്റീവിൻ്റെ അടുത്ത സെക്ഷനിൽ del fൻ്റെ ജോമെട്രിക്കൽ അപ്ലിക്കേഷൻസുമായി കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും.